back to our channel Valor of NCC. നമ്മൾ ഇന്നായിരിക്കുന്നത് NCC B level എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് ഈ പാർട്ട് കാണുക. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ 2 elements ഓഫ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ്റെ 2 എലമെൻറ്റ്സ് വിശദീകരിക്കുക എന്നുള്ളതാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർസെപ്ഷനകത്ത് 5 സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റിമുലേഷൻ. നമുക്ക് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിനെ കുറിച്ച് നമുക്കൊരു സ്റ്റിമുലേ കിട്ടുന്നതാണ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. 2 ഓർഗനൈസേഷൻ ഓഫ് ദി സ്റ്റിമുലേ. അതായത് കിട്ടിയ സ്റ്റിമുലേനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. 3 ഇവാലുവേഷൻ, മെമ്മറി ആൻഡ് റീകോൾ. ഇത്രയും സ്റ്റെപ്സാണ് നമ്മളൊരു പെർസെപ്ഷനിലൂടെ നടക്കുന്നത്. അപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിനെ മനസ്സിലാക്കി അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അതിനുശേഷം പഴയ കാര്യങ്ങളൊന്ന് ഓർത്തെടുത്ത് അതിനനുസരിച്ച് ഗുഡ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നതിന് ഒരു പ്രവർത്തനത്തെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലീഡർ? എന്താണ് ലീഡർ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ, എ ലീഡർ ഈസ് വൺ ഹു ഇൻഫ്ലുവൻസ് മെൻ ആൻഡ് മെറ്റീരിയൽ ടു വിൻ ദ ഗോൾ. ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന ആളെയാണ് അല്ലെങ്കിൽ ആ ശക്തിയെയാണ് ലീഡർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, എ ലീഡർ ഈസ് വൺ ഹു ഇൻഫ്ലുവൻസ് മെൻ ആൻഡ് മെറ്റീരിയൽ ടു വിൻ ദ ഗോൾ. ഒരാളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ആളെയാണ് ലീഡർ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ആർ ടൈപ്പ് ഓഫ് ലീഡേഴ്സ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡേഴ്സ് ആണ്. 3 തരത്തിലുള്ള ലീഡേഴ്സ് ആണ് ഉള്ളത്. ബോൺ ലീഡേഴ്സ്, ട്രാംഡ് ലീഡേഴ്സ്, അഷ്യൂംഡ് ലീഡേഴ്സ്. ആരൊക്കെയാണ്? ബോൺ ലീഡേഴ്സ്, ട്രാംഡ് ലീഡേഴ്സ് ആൻഡ് അഷ്യൂംഡ് ലീഡേഴ്സ്. ഡിഫൈൻ ഡ്യൂട്ടി. എന്താണ് ഡ്യൂട്ടി എന്നതാണ്. ഡ്യൂട്ടി മേ ബി ഡിഫൈൻഡ് ആസ് മോറൽ ഓർ ലീഗൽ ഒബ്ലിഗേഷൻസ് ആൻഡ് എ ബൈൻഡിങ് ഫോഴ്സ് ഓഫ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ഗുഡ് ബിഹേവിയർ ടുവേർഡ്സ് സുപ്പീരിയേഴ്സ്, കൊളീഗ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. അതായത് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വ്യക്തമായി മറ്റുള്ളവർക്ക് ഹാംഫുൾ ആകാത്ത രീതിയിൽ നല്ല രീതിയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു പാർട്ടെന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡിഫൈൻ ഡിസാസ്റ്റർ എന്നാണ്. എന്താണ് ഡിസാസ്റ്റർ? ഡിസാസ്റ്റർ എന്താണ്? ഡിസാസ്റ്റർ ഡിനോട്ട്സ് എനി ഓഡ് ഇവൻറ്റ്, natural or man-made, which brings about immense misery to a region and it becomes difficult to cope up with the situation through local resource. There are 2 types of disasters, natural and man-made. Disaster, ദുരന്തം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ആൾക്കാർക്ക് താങ്ങാൻ പറ്റില്ലാത്ത രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് മാൻമെയ്ഡ് ടൈപ്പും അല്ലാത്തത് നാച്ചുറൽ ടൈപ്പുമാണ് ഉള്ളത്. നാച്ചുറൽ ഡിസാസ്റ്റർ, അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ വരുന്നുണ്ട്. വാട്ട് ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? പ്രകൃതി ദുരന്തങ്ങൾ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നാൽ എന്ത്? പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ 3 രീതിയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ രീതിയിൽ ഉണ്ടാകും. പ്രധാനമായും 3 രീതിയിൽ ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് വിൻഡ് റിലേറ്റഡ്, കാറ്റ് മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? സ്ട്രോം, സൈക്ലോൺ, ടൊർണാഡോ, സ്റ്റോം സാർക്ക് ആൻഡ് ടൈഡൽ വേവ്സ്. ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, അങ്ങനെയുള്ള കാറ്റ് സംബന്ധമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളെയാണ് വിൻഡ് റിലേറ്റഡ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണ്. ഒന്നാമത്തേത് ഫ്ലഡ്, ക്ലൗഡ് ബസ്റ്റ്, ഫ്ലാഷ് ഫ്ലഡ്,
എക്സസീവ് റെയിൻസ് ആൻഡ് ഡ്രോട്ട്. വാട്ടർ റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ഡ്രോട്ട്, പിന്നെ എക്സസീവ് റെയിൻ, മഴ മൂലം ഉണ്ടാകുന്നത് നാശനഷ്ടം, ലാൻഡ്സ്ലൈഡ് ഒക്കെ അതിൽപ്പെടും. പിന്നെ ഫ്ലാഷ് ഫ്ലഡ്, പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം, അതൊക്കെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ അടുത്ത് എർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ എന്ന് പറയുന്നതാണ് എർത്ത്ക്വേക്ക്, സുനാമീസ്, ലാൻഡ്സ്ലൈഡ്സ് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻ. എർത്ത്ക്വേക്ക്, സുനാമീസ്, വോൾക്കാനിക് ഇറപ്ഷൻ ഇതെല്ലാം എർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മാൻമേഡ് ഡിസാസ്റ്റർ? മാൻമേഡ് ഡിസാസ്റ്റർ എന്നാൽ എന്ത്? മാൻമേഡ് ഡിസാസ്റ്റർ നമ്മൾ ജനങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഡിസാസ്റ്ററിനെയാണ് മാൻമേഡ് ഡിസാസ്റ്റർ. അത് ആർട്ടിഫിഷ്യലായിട്ട് ജനങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരുണ്ടാക്കുന്ന ഡിസാസ്റ്ററാണ് മാൻമേഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ആക്സിഡൻസ് ആണ്. റോഡ്, റെയില്, എയർ, സീ ആൻഡ് ബിൽഡിംഗ് കൊളാപ്സ് ഇതൊക്കെയാണ് ആക്സിഡൻസിൽ ഉൾപ്പെടുത്തുന്നത്. ബിൽഡിങ് പൊട്ടിപ്പോകുന്നത്, അതുപോലെ തന്നെ റോഡിൽ അപകടം ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ ഉള്ളതാണ് ആക്സിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. 2, ഇൻഡസ്ട്രിയൽ മെഷേഴ്സ്, ഗ്യാസ് ലീക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹ്യൂജ് എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറി ഉണ്ടാകുക, സബോട്ടേജ് ആൻഡ് സേഫ്റ്റി ബ്രഞ്ച്, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഭോപ്പാലിൽ ഗ്യാസ് ലീക്ക് ചെയ്താണ് വൻ ദുരന്തം ഉണ്ടായത്. അതുപോലെ ഇൻഡസ്ട്രിയൽ മെഷേഴ്സ് വളരെ രീതിയിലുള്ള ക്രൂരമായ രീതിയിലുള്ള ഇത് ഉണ്ടാക്കാനുള്ള സാധ്യതകളുള്ളതാണ് ഇൻഡസ്ട്രിയൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫയറാണ്. ബിൽഡിംഗ്, കോൾ ആൻഡ് ഓയിൽ, അതായത് ബിൽഡിങ്ങിന് തീ പിടിക്കുക, അങ്ങനെയുള്ള ഇതാണ് ഫയർ മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്ററാണ് ഒരെണ്ണം. പിന്നെ അടുത്തത് ഫോറസ്റ്റ് ഫയർ, നമ്മളുടെ വനത്തിലുണ്ടാകുന്ന തീപിടുത്തങ്ങൾ. ഒരു തീപ്പൊരി മതി ആ പ്രദേശം മൊത്തം കത്തിപ്പോകാൻ. അങ്ങനെ ഫോറസ്റ്റിലെ ജീവികളെയൊക്കെ അത് ഹാംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യും. അതാണ് ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്നത്. അടുത്തത് പോയി കണ്ടാമിനേഷൻ ഓർ പോയിസണിങ്, വാട്ടർ, ഫുഡ്, ലിക്വിഡ് അങ്ങനെയൊക്കെ കണ്ടാമിനേറ്റ് ആവുന്നത് വഴി, വാട്ടറും ഫുഡൊക്കെ കണ്ടാമിനേറ്റ് വഴി ഉണ്ടാവുന്ന ദുരന്തങ്ങളെയാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും ഈ മാൻമേഡ് ഡിസാസ്റ്ററിൽ പെടുന്നതാണ്. അടുത്തത് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ്. അടുത്ത ഇക്കോളജിക്കലായിട്ട്, അതായത് പൊല്യൂഷൻ മൂലം, സോയിൽ ഡീഗ്രഡേഷൻ മൂലം, ബയോഡൈവേഴ്സിറ്റിയുടെ കുറവ് മൂലം, ഗ്ലോബൽ വാർമിംഗ് മൂലം, സീ ലെവൽ റൈസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഇക്കോളജിക്കൽ ഡിസാസ്റ്റർ മാൻമേഡ് ഡിസാസ്റ്റർ തന്നെയാണ്. കാരണം ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കൂടുന്നത് മനുഷ്യരുടെ അതിക്രമം മൂലമാണ് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കൂടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതായതുകൊണ്ട് അത് മാൻമേഡ് ഡിസാസ്റ്ററിൽ ഉൾപ്പെടുന്നു. പിന്നെ ഉള്ളത് വാർഫെയർ ആണ്. അതായത് കൺവെൻഷണൽ വാർ, കെമിക്കൽ ആൻഡ് ന്യൂക്ലിയർ, യുദ്ധം നടത്തുന്നത് വലിയൊരു ഡിസാസ്റ്ററാണ്. യുദ്ധങ്ങളൊക്കെ ഉണ്ടായാൽ അതിൻ്റെ എഫക്റ്റ് ഒരു 100 വർഷം കാണുമെന്നാണ് പറയുക. അതുപോലെ നമ്മുടെ എല്ലാ റിസോഴ്സും നശിച്ചു പോകും വാറൊക്കെ ഉണ്ടായാൽ. അപ്പോൾ അത്രയാണ് മാൻമേഡ് ഡിസാസ്റ്റേഴ്സ്. മാൻമേഡ് ഡിസാസ്റ്റേഴ്സ് ഒന്നുകൂടി പറയാം. ആക്സിഡൻറ്റ് വഴി ഉണ്ടാകുന്നു, ഇൻഡസ്ട്രിയൽ മെഷപ്പ് വഴി ഉണ്ടാകുന്നു, ഫയർ, ഫോറസ്റ്റ് വഴിയൊക്കെ ഉണ്ടാകുന്നു, കണ്ടാമിനേഷൻ വഴി ഉണ്ടാകുന്നു, ടെററിസ്റ്റ് ആക്ടിവിറ്റി വഴി ഉണ്ടാകുന്നു, എക്കോളജിക്കലായിട്ട് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വഴി ഉണ്ടാകുന്നു. പിന്നെ ഉണ്ടാകുന്നത് വാറാണ്. വാറ് മൂലം നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം മാൻമേഡ് ഡിസാസ്റ്ററിൽ ഉൾപ്പെടുന്നു. അതായത് നമുക്ക് പഠിക്കാനുള്ള പോർഷൻ സോഷ്യൽ സർവീസിനെ കുറിച്ചാണ്. ഈ പാർട്ടിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോഷ്യൽ സർവീസിനെ കുറിച്ച് 6 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യൽ സർവീസ്?
വിവിധ തരം സോഷ്യൽ സർവീസ് സാമൂഹിക സേവനങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഒന്നാമത്തേത് എഡ്യൂക്കേഷൻ, 2 ഫാമിലി വെൽഫെയർ, മെഡിക്കൽ കെയർ, ഫാമിലി പ്ലാനിംഗ് ആൻഡ് ന്യൂട്രീഷൻ, 3 പ്രൊവിഷൻ ഓഫ് വാട്ടർ, കുക്കിംഗ് ഫ്യൂവൽ, റോഡ്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് സാനിറ്റേഷൻ, കുടിവെള്ളം, കുക്കിംഗ് ഫ്യൂവൽ, റോഡ്സ്, ഇലക്ട്രിസിറ്റി എന്നിവ സൗകര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് ഒരു സാമൂഹിക സേവനമാണ്. ഓൾഡ് ഏജ് സപ്പോർട്ടിംഗ് സിസ്റ്റം, അതായത് വാർദ്ധക്യകാല പെൻഷൻ ഒക്കെ കൊടുക്കുന്നതിനാണ് ഓൾഡ് ഏജ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. വയോധികരെയും പിന്തള്ളാതെ അവരെയും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ് ഓൾഡ് ഏജ് സപ്പോർട്ടിംഗ് സിസ്റ്റം. പെൻഷനൊക്കെ കൊടുത്ത് അവർക്കൊരു കരുത്ത് കൊടുക്കുക, അതാണ് ഓൾഡ് ഏജ് സപ്പോർട്ടിംഗ് സിസ്റ്റം. അടുത്തത് എംപ്ലോയ്മെൻറ്റ്, സോഷ്യൽ അസിസ്റ്റൻസ്, സോഷ്യൽ സെക്യൂരിറ്റി, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ഹൗസിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസം, വീട് വെച്ച് കൊടുക്കുക, അതൊക്കെ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റിയാണ്. റീക്രിയേഷൻ, സ്പോർട്സ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ വേരിയസ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് റിസർവേഷൻ പോളിസി? അതായത് റിസർവേഷൻ പോളിസിക്ക് അനുകൂലമായി പറയുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ ആ വാദങ്ങൾ അറിയണമെങ്കിൽ റിസർവേഷൻ പോളിസി എന്താണെന്ന് അറിയണം. റിസർവേഷൻ പോളിസി എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിസർവേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഒക്കെ നമുക്ക് ഈ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ കിടക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. അതായത് SC ST അങ്ങനെയുള്ള ഗ്രൂപ്പുകാർക്ക്, ബാക്ക്വേർഡ് ഗ്രൂപ്പുകാർക്ക് പ്രത്യേക സീറ്റ് റിസർവ്ഡ് ആയിരിക്കും ഗവൺമെൻറ്റിൽ. അപ്പോൾ അതിനെയാണ് റിസർവേഷൻ പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ സീറ്റ് അവർക്ക് വേണ്ടി ബാക്ക്വേർഡ് ക്ലാസ്സസിനെ റിസർവ് ചെയ്യുന്നതിനെയാണ് റിസർവേഷൻ പോളിസി എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ഉള്ളൊരു നിയമമാണ് റിസർവേഷൻ പോളിസി. അപ്പോൾ അതിന് ഫേവർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. 1. സോഷ്യൽ ഡൈവേഴ്സിറ്റി ഈസ് ഡിസൈറബിൾ ഇൻ ക്യാമ്പസസ് ആൻഡ് വർക്ക് പ്ലേസ്. ഇറ്റ് ക്യാൻ ബ്രിങ് ഔട്ട് ഹിഡൻ ടാലൻറ്റ് ഓഫ് സൊസൈറ്റി. അപ്പോൾ സമൂഹത്തിലെ എല്ലാവർക്കും പലതര കഴിവുകളാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ടാലൻറ്റ് കൊടുക്കുന്നത് അതായത് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് വഴി സമൂഹത്തിലെ താഴെ കിടക്കുന്നവരുടെയും ടാലൻറ്റ്സ് പുറത്തു വരികയും അങ്ങനെ അത് നമുക്കൊരു നേട്ടമായി മാറുകയും ചെയ്യുന്നു. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് one way to do it is to provide relaxed entry criteria for underprivileged group. സമൂഹത്തിൽ നിരാലംബരായവർക്കും ഒരു കൈത്താങ്ങാകുക, അതാണ് ഈ റിസർവേഷൻ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇതിന് അനുകൂലമായി വാദിക്കുന്നവരുടെ വാദം. പിന്നെ ലാസ്റ്റായിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് hardship faced by those in general category is due to shortage of seats in professional colleges and shortage of employment opportunities and not to do due to this reservation. അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അഡ്മിഷൻ്റെ സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഈ റിസർവേഷൻ പോളിസി ഉണ്ടായതുകൊണ്ടല്ല, പ്രത്യേക അവിടെ വേക്കൻസി കുറവായതുകൊണ്ടും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടും എന്നാണ് ഈ റിസർവേഷൻ പോളിസിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് അവർ പറയുന്നത് എന്താണ്? സൊസൈറ്റിയിൽ വിവിധതരം ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ വിവിധതരം ആൾക്കാർക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ട്. അങ്ങനെ ഈ താഴെക്കിടയിൽ കിടക്കുന്നവർക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത് വഴി അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലെത്തിക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിരാലംബരായവർക്കും ഒരു കൈത്താങ്ങായി അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കാൻ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെയും സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ അവർ പറയുന്നത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അഡ്മിഷന് ബുദ്ധിമുട്ട് വരുന്നത് അഡ്മിഷൻ്റെ വേക്കൻസി കുറവായതുകൊണ്ടും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടുമാണെന്നാണ്, ഈ റിസർവേഷൻ പോളിസി കൊണ്ടല്ല എന്നാണ് ഇത് പറയുന്നത്. ഈ മൂന്നെണ്ണം ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ഇനി അടുത്തത് വാട്ട് ആർ വേരിയസ് പോയിന്റ്സ് എഗനസ്റ്റ് റിസർവേഷൻ പോളിസി? ഈ റിസർവേഷൻ പോളിസിക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള വാദങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ റിസർവേഷൻ പോളിസിക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള വാദങ്ങൾ ഏതാണ്? ഒന്നാമത്തത് എക്കണോമിക് കണ്ടീഷൻസ് ഷുഡ് ബി ദ ബേസിസ് ഫോർ റിസർവേഷൻ. അതായത് ഈ റിസർവേഷൻ പോളിസി
കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ, റിസർവേഷൻ ആയിട്ടുള്ള സീറ്റിന് ഒരാളെ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ അയാളുടെ സാമ്പത്തികമായ ചുറ്റുപാടുകളെക്കുറിച്ച് ഒക്കെ അന്വേഷിച്ചിട്ടായിരിക്കും റിസർവ് അവർക്ക് ആ സീറ്റ് കൊടുക്കുക. അപ്പോൾ സാമ്പത്തികമായ കണ്ടീഷൻ ആണ് റിസർവേഷൻ ഒരു രീതി എന്നതാണ് ഒന്നാമത്തെ വാദം. റിസർവേഷൻ ഡിസിഷൻസ് ആർ ടേക്കൺ കീപ്പിംഗ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇൻ മൈൻഡ്. അതായത് രാഷ്ട്രീയമായ ഉന്നമനത്തിന് വേണ്ടി, രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് റിസർവേഷൻ ഡിസിഷൻ എടുക്കുന്നത് എന്ന് അവർ പറയുന്നു. പിന്നെ അലൊക്കേഷൻ ഓഫ് കോട്ടാസ് ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ് ഈസ് എ ഫോം ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദസ് കോൺട്രഡറി ടു റൈറ്റ് ടു ഇക്വാലിറ്റി. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഈ ഇവർക്ക് വേണ്ടി ഒരു കോട്ട ഉണ്ടല്ലോ, സീറ്റ് റിസർവ് ചെയ്യുന്ന ഒരു കോട്ടയാണ്. അപ്പോൾ അതിന് എഗനസ്റ്റ് ആയിട്ടാണ്, അതായത് അങ്ങനെ ഒരു കോട്ട അവർക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ റൈറ്റ് ടു ഇക്വാളിറ്റിക്ക്, തുല്യത, റൈറ്റ് ടു ഇക്വാളിറ്റിക്ക് എഗനസ്റ്റ് ആയിട്ടാണ് ഈ നിയമം, റിസർവേഷൻ പോളിസി എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇത് ജാതീയമായ, വംശീയമായ ഒരു വിവേചനം കൂടിയാണ് കാണിക്കുന്നത് എന്നും ഇവർ പറയുന്നു. പിന്നെ അടുത്തത്, മെറിറ്റ് ഈസ് സിവിയർലി കോംപ്രമൈസ്ഡ് ബൈ റിസർവിംഗ് സീറ്റ്സ് ഫോർ സർട്ടൻ കാസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിറ്റീസ്. അതായത് അപ്പോൾ മെറിറ്റിൽ കിട്ടുന്നവർക്ക് കൂടുതൽ സീറ്റ് കുറവാകുന്നു. ഇപ്പോൾ ഇങ്ങനെ ജാതി ബേസ്ഡ് ആയിട്ടുള്ള ഇത് കൊടുക്കുമ്പോൾ മെറിറ്റിലുള്ളവരുടെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു. കാസ്റ്റ് സിസ്റ്റം ഈസ് ബീങ് കെപ്റ്റ് അലൈവ് ബൈ റിസർവേഷൻ പോളിസി. ജാതി സമ്പ്രദായം ഈ റിസർവേഷൻ പോളിസി വഴി നിലനിർത്തുന്നു. അതൊരു ബാഡായിട്ടുള്ള കാര്യമാണ്. ജാതി സമ്പ്രദായം ഒക്കെ നമ്മളുടെ നാട്ടിൽ അത് ഇറഡിക്കേറ്റ് ചെയ്ത ഒരു സാധനമാണ് ജാതി സമ്പ്രദായങ്ങളൊക്കെ. അപ്പോൾ ഈ റിസർവേഷൻ പോളിസി വഴി അതിനെയാണ് എടുത്തു കാണിക്കുന്നത് എന്ന് ഇതിന് എഗനസ്റ്റ് ആയിട്ടുള്ളവർ പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്കണോമിക് കണ്ടീഷൻ നോക്കിയാണ് റിസർവേഷൻ പോളിസി എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായ ഉന്നമനത്തിന് വേണ്ടി, രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി റിസർവേഷൻ പോളിസി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ എന്ന് പറയുന്നത് കാസ്റ്റ് ഈസ് എ ഫോം ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വംശീയമായ വിവേചനം. ഇങ്ങനെ കോട്ടോസ് അവർക്ക് തന്നെ ഒരു കോട്ട രൂപീകരിക്കുമ്പോൾ വംശീയമായ വിവേചനം ഉണ്ടാക്കുമെന്നും അതുപോലെ തന്നെ ഇത് ഇക്വാലിറ്റിക്ക് എഗനസ്റ്റ് ആണ് എന്നുമാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ സീറ്റ് റിസർവ് ചെയ്യുമ്പോൾ മെറിറ്റ് കിട്ടുന്നവരുടെ പ്രാധാന്യം, അവർ കഷ്ടപ്പെടുന്ന പ്രാധാന്യം വെറുതെ പോകുന്നുവെന്ന്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം ഒക്കെ എടുത്തു മാറ്റിയതാണ്. അപ്പോൾ ഇങ്ങനെ റിസർവേഷൻ പോളിസി വരുന്നത് വഴി ഉള്ളതുകൊണ്ട് ആ സിസ്റ്റം ഇപ്പോഴും, കാസ്റ്റ് സിസ്റ്റം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോകുന്നു. അതൊരു ബാഡായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതാണ് ഈ 5 പോയിന്റ്സാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും എന്താണ് ഫാമിലി പ്ലാനിങ് എന്നുള്ളത്. ഫാമിലി പ്ലാനിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വോളണ്ടറി റെസ്പോൺസിബിൾ ഡിസിഷൻ made by individual and couples as to the desired family size and timing of birth. ഒരു കുടുംബത്തിൽ എപ്പോഴാണ് കുട്ടികൾ ജനിക്കേണ്ടതെന്ന്, എത്ര മെമ്പേഴ്സ് ഒരു ഫാമിലി വേണമെന്നും ദമ്പതികൾ ഒരുമിച്ചെടുക്കുന്ന ഉത്തരവാദിത്തത്തോടെയുള്ള തീരുമാനത്തെയാണ് ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വാട്ട് ആർ ദി വേരിയസ് മെത്തേഡ്സ് ഓഫ് ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ്സിൻ്റെ വേരിയസ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് വാസെക്ടോണമി, ട്യൂബെക്ടോണമി, കൺവെൻഷണൽ കോൺട്രാസെപ്റ്റീവ്സ് ലൈക്ക് കോണ്ടംസ് ആൻഡ് ഡയഫ്രംസ്, പിന്നെ ഓറൽ പിൽസ്. വാസെക്ടോണിയും ട്യൂബെക്ടോണമിയും സർജിക്കൽ മെത്തേഡാണ്. കൺവെൻഷണൽ കോൺട്രാസെപ്റ്റീവ്സ് ലൈക്ക് കോണ്ടംസ് ആൻഡ് ഡയഫ്രംസ്, അതായത് കോണ്ടംസും ഡയഫ്രംസും എന്ന് പറയുന്നത് ഈ റബ്ബർ കൊണ്ടുണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ്. അത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക്
ബർത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നാലാമത്തെ ഓറൽ പിൽസ്, അതായത് ഗുളികകളൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് ബർത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ HIV. എന്താണ് HIV? HIV എന്താണെന്ന് അറിയുന്നത് മുമ്പ് എയ്ഡ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം ആണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് ഉണ്ടാക്കുന്ന രോഗാണു അല്ലെങ്കിൽ വൈറസ് ആണ് HIV. അപ്പോൾ HIVയുടെ ഫുൾ ഫോം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ അതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അത് തിരിച്ചറിയാനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് എലൈസ ടെസ്റ്റ്. എലൈസ ടെസ്റ്റ്. അപ്പോൾ ഈ HIV പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും എന്ന് അറിയാത്തവരായിട്ട് ആരും കാണുകയില്ല. എങ്കിലും ഒന്ന് പറയാം. HIV നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ പ്രവേശിച്ചാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാകും. അതായത് നമുക്ക് വേറെ ഒരു രോഗം വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇല്ലാതാവും. അപ്പോൾ ഈ എയ്ഡ്സ് പിടിച്ച ആളുകൾ വേറെ രോഗം വരുമ്പോഴാണ് അതിന് മരുന്ന് കൊടുത്താലും ഏൽക്കുകയില്ല, ശരീരത്തിൽ പിടിക്കുകയില്ല. അപ്പോൾ അങ്ങനെയാണ് ആളുകൾ ആ രോഗം മൂലമാണ് പിന്നീട് ആളുകൾ മരിക്കുന്നത്. അതായത് എയ്ഡ്സ് പിടിച്ച് കഴിയുമ്പോൾ എന്തൊക്കെ മരുന്ന് കഴിച്ചാലും, വേറെ രോഗം വരുമ്പോൾ എന്തൊക്കെ മരുന്ന് കഴിച്ചാലും അത് ശരീരത്തിൽ ഏൽക്കുകയില്ല. അങ്ങനെ ആ രോഗം കൂടിയാണ് ആളുകൾ മരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ ആണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. വാട്ട് ഈസ് ഹൈജീൻ? എന്താണ് ശുചിത്വം? ഹൈജീൻ ഈസ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊമോട്ടിംഗ് ഹെൽത്ത്, പേഴ്സണൽ ഹൈജീൻ ആൻഡ് പബ്ലിക്. വ്യക്തിപരവും സാമൂഹികപരവുമായ ആരോഗ്യത്തെ സൂക്ഷിക്കുന്നതിനുള്ള തത്വങ്ങളെയാണ് ഹൈജീൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് സാനിറ്റേഷൻ? സാനിറ്റേഷൻ എന്നാൽ എന്ത്? സാനിറ്റേഷൻ ഈസ് ദി ആർട്ട് ഓഫ് കീപ്പിംഗ് അവേഴ്സെൽവ്സ് ആൻഡ് സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മളെ തന്നെയും നമ്മുടെ സറൗണ്ടിങ്സിനെ, നമ്മുടെ പരിസരത്തെയും വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടി സൂക്ഷിക്കുന്നതിനെയാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് പേഴ്സണൽ ഹൈജീൻ? പേഴ്സണൽ ഹൈജീൻ എന്നാൽ എന്ത്? അതിലെന്തൊക്കെ ഉൾപ്പെടുന്നു? ക്ലെൻലിനെസ് ഓഫ് ഹെയർ, ക്ലെൻലിനെസ് ഓഫ് ബോഡി ആൻഡ് സ്കിൻ, ക്ലെൻലിനെസ് ഓഫ് നെയിൽസ്, ക്ലെൻലിനെസ് ഓഫ് ക്ലോത്ത്സ്, ക്ലെൻലിനെസ് ഓഫ് ടീത്ത്സ്. നമ്മുടെ വായ, മൂക്ക്, കണ്ണ്, തുണി, അതുപോലെ തന്നെ നെയില്, ബോഡി, സ്കിന്ന്, ഹെയർ, ഇതൊക്കെ വൃത്തിയോടും വെടുപ്പോടും കൂടി സൂക്ഷിക്കുന്നതിനാണ് പേഴ്സണൽ ഹൈജീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു പ്യൂരിഫൈ വാട്ടർ? വാട്ടർ പ്യൂരിഫിക്കേഷനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്? നമുക്ക് 5 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, സ്റ്റെറിലൈസേഷൻ, ക്ലോറിനേഷൻ, ബോയിലിംഗ്. സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, സ്റ്റെറിലൈസേഷൻ, ക്ലോറിനേഷൻ, ബോയിലിംഗ്. 5 മെത്തേഡാണ് വാട്ടർ പ്യൂരിഫിക്കേഷനുള്ള മെത്തേഡ്. അടുത്തത്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാട്രൈൻസ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാട്രൈൻസ്. ലാട്രൈൻസ് എന്ന് പറഞ്ഞാൽ ശൗചാലയങ്ങൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏതൊക്കെയാണ്? വിവിധ തരം ശൗചാലയങ്ങൾ. ഒന്നാമത്തേത് വാട്ടർ ക്യാരിയേജ് സിസ്റ്റം. വാട്ടർ ക്യാരിയേജ് സിസ്റ്റം. രണ്ടാമത്തേത് അക്വാപ്രൈനി, റിമൂവൽ സിസ്റ്റം, ഡീപ്പ് ട്രെഞ്ച് ലാട്രൈൻ ആൻഡ് ഷാലോ ട്രെഞ്ച് ലാട്രൈൻ. ഒന്നാമത്തേത് വാട്ടർ ക്യാരിയേജ് സിസ്റ്റം, 2 അക്വാപ്രൈനി, 3 റിമൂവൽ സിസ്റ്റം, 4 ഡീപ്പ് ട്രെഞ്ച് സിസ്റ്റം, 5 ഷാലോ ട്രെഞ്ച് ലാട്രൈൻ. ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഫോർ മലേറിയ? മലേറിയ വരാതിരിക്കുവാൻ വേണ്ടി എന്തെല്ലാം പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും? അതായത് കൊതുകടി ഏറ്റ് പകരുന്ന രോഗമാണ് മലേറിയ. മലേറിയ പരത്തുന്നത് കൊതുകാണ്. അപ്പോൾ കൊതുക് കടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? കൊതുകിനെ എങ്ങനെ നമുക്ക് കൊതുകിൻ്റെ ഫോർമേഷൻ എങ്ങനെ തടയാം എന്നതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ അപ്പോൾ DDT സ്പ്രേ വഴി നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാം. യൂസ് ഓഫ് മൊസ്കിറ്റോ നെറ്റ്സ്, യൂസ് ഓഫ് മൊസ്കിറ്റോ റെപ്പലൻസ്, വെയറിംഗ് ഫുള്ളി കവേർഡ് ഡ്രസ്, അവോയ്ഡ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ നിയർ ലീവിംഗ് ഏരിയ. സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ മറിച്ച് കളയുന്നത് വഴി നമുക്ക് കൊതുക് പെരുകുന്നത് തടയാൻ സാധിക്കും. സ്പ്രേ കെറോസിൻ ഓയിൽ ഇൻ സ്റ്റാഗ്നൻറ്റ് ഡ്രെയിനേജ് വാട്ടർ.
അതായത് അശുദ്ധമായ വെള്ളത്തിലൊക്കെ കെറോസിന് മണ്ണെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കൊതുക് പടരുന്നത് അത് പെരുകുന്നത് തടയാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ മേളിലിപ്പോൾ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനിൽ ഹൈജീൻ ആൻഡ് സാനിറ്റേഷനിൽ 5 ചോദ്യമാണ് ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ 2 ചോദ്യമാണ് വരിക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ വേരിയസ് ലാൻഡ് ബേസ്ഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. നമ്മുടെ ലാൻഡ് ബേസ്ഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അതായത് നമ്മുടെ ലാൻഡിൽ നമ്മൾ നടത്തുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. 1 മൗണ്ടനറിങ്, 2 മൗണ്ടനറിങ് എക്സ്പെഡിഷൻ, 3 ഓൾ ഇന്ത്യ ട്രെക്സ്, 4 സൈക്കിൾ ആൻഡ് മോട്ടോർ സൈക്കിൾ എക്സ്പെഡിഷൻ. 1 മൗണ്ടനറിങ് പർവ്വതാരോഹണം, അതായത് നമ്മൾ മലയൊക്കെ കയറാൻ പോകില്ലേ അതാണ് മൗണ്ടനറിങ്. 2 മൗണ്ടനറിങ് എക്സ്പെഡിഷൻ, 3 ഓൾ ഇന്ത്യ ട്രക്കിങ്ങിന് പോകുക എന്നൊക്കെ പറയില്ലേ അത്, 4 സൈക്കിൾ ആൻഡ് മോട്ടോർ സൈക്കിൾ എക്സ്പെഡിഷൻ. മോട്ടോർ സൈക്കിൾ കൊണ്ട് ഹിമാലയത്തിനൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തന്നെ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ കാണും. അതുപോലെ സൈക്കിൾ ആൻഡ് മോട്ടോർ സൈക്കിൾ എക്സ്പെഡിഷൻ, സൈക്കിളും മോട്ടോർ സൈക്കിളും ഉപയോഗിച്ച് നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെയാണ്. അതൊക്കെ ലാൻഡ് ബേസ്ഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ അഡ്വഞ്ചർ ട്രെയിനിങ്. അഡ്വഞ്ചർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്ത്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അഡ്വഞ്ചർ ട്രെയിനിങ് എന്തിനാണ് അത് പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ദ ട്രെയിനിങ് ഗിവൻ ടു ദി കേഡറ്റ്സ് യൂത്ത് by the NCC to develop the quality of leadership, self-confidence, determination and feelings of team spirit. കേഡറ്റ്സിലും യൂത്തിലും യുവജനങ്ങളിലും കേഡറ്റ്സിലും ഫീലിംഗ് ഓഫ് ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാനും ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഈ അഡ്വഞ്ചർ ട്രെയിനിങ്. അതായത് നമ്മൾ ഒരു മിടുക്കരായ വ്യക്തികളാക്കാൻ വേണ്ടി യൂത്തിനെ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആക്കാൻ വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ആണ് അഡ്വഞ്ചർ ട്രെയിനിങ്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം എൻവയറൺമെന്റ് ആൻഡ് ഇക്കോളജി എന്ന പാട്ടാണ്. ഈ പാട്ടിൽ നിന്ന് ഏകദേശം 4 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? It is the effect arising due to increased carbon dioxide content and increase in global temperature and the depletion of ozone layer due to chlorofluorocarbons used poses the greatest threat to the very existence and survival of human beings and flora and fauna around the globe. അതായത് കാർബൺ ഡയോക്സൈഡ് അളവ് കൂടുന്നത് മൂലം ഭൂമിയിലെ അന്തരീക്ഷത്തിലെ താപനില കൂടുന്നു. ഇതാണ് ഗ്ലോബൽ വാർമിംഗ്. അതുപോലെ തന്നെ ക്ലോറോഫ്ലൂറോ കാർബൺസ് അങ്ങനെയുള്ള ക്ലോറൈഡ് അടങ്ങിയ വസ്തുക്കൾ അന്തരീക്ഷത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായി ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഓസോൺ തീർന്നു പോയിക്കൊണ്ടിരിക്കും. ക്ലോറിന് ഓസോണുമായിട്ട് കൂടിച്ചേർന്ന് അവിടെ പ്രവർത്തനം നടക്കുന്നത് മൂലം ഓസോൺ ലെയർ ഡീഗ്രഡേറ്റ് ചെയ്യും. അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാവും. ഓസോൺ ലെയർ ഡിപ്ലീഷൻ മൂലം ഈ ഗ്ലോബൽ വാർമിംഗ് മൂലം ഭൂമിയിലെ താപനില വളരെയധികം ക്രമാതീതമായി കൂടുന്നു. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായ ഗ്യാസസ് എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ, മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ ഗ്യാസുകളാണ്. ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തുന്നതോടെ സൺലൈറ്റ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഭൂമിയുടെ താപനില കൂടുന്നു. ഇനി അടുത്ത് ഡിഫൈൻ എൻവയറൺമെന്റ്. എന്താണ് പരിസ്ഥിതി എന്നാൽ? The conditions in which an organism exists make up its environment. ഒരു ജീവജാലം ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെയാണ് എൻവയറൺമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ആർ ദി അഫക്ട്സ് ഓഫ് എൻവയറൺമെന്റ് ഡീഗ്രഡേഷൻ. പ്രകൃതി നശീകരണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഒന്നാമത്തത് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്നാണ് പറഞ്ഞു, ഭൂമിയിലെ കാർബൺ ഡയോക്സൈഡ് കൂടുന്ന മൂലം ടെമ്പറേച്ചർ കൂടുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. 3 ആസിഡ് റെയിൻ, 4 ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റോൾ ഓഫ് NCC കേഡറ്റ് ടുവേഴ്സ് എൻവയറമെന്റൽ ഡീഗ്രഡേഷൻ. NCC കേഡറ്റ്സ് ക്യാൻ ടേക്ക് എ ഫോളോയിങ് ആക്ഷൻസ് ടു കർബ് എൻവയറമെന്റൽ ഡീഗ്രഡേഷൻ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്,
എൻവയറമെൻ്റൽ ഡീഗ്രഡേഷൻ, പ്രകൃതിനശീകരണം തടയാൻ വേണ്ടി ഒരു NCC കേഡറ്റിന് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് കേഡറ്റ്സുകൾ ചെയ്യാൻ പറ്റുന്ന ട്രീ പ്ലാന്റേഷൻ, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഗൈഡ് ആൻഡ് മോട്ടിവേറ്റ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ടു കൺട്രോൾ എൻവയറമെൻ്റൽ ഡീഗ്രഡേഷൻ, ഫാമിലിയിലും ഫ്രണ്ട്സിലെയും ഒക്കെ പറഞ്ഞ് ബോധവാന്മാരാക്കുക. എൻവയറമെൻ്റൽ ഡീഗ്രഡേഷൻ കൂടെ ഉണ്ടാകുന്ന നാശങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കുക. 2 വാട്ടർ കൺസർവേഷൻ, ജലം കൺസർവ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എങ്ങനെ മാലിന്യം എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുക. അത് കത്തിക്കാതിരിക്കാനും അങ്ങനെയുള്ള ചുമ്മാ വലിച്ചെറിയാതിരിക്കാനും ആദ്യം NCC കേഡറ്റുകൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക. എഡ്യൂക്കേറ്റ് ദി പീപ്പിൾ, ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ളവരെയും കൂടി അവർക്കും കൂടി അവയർനെസ് കൊടുത്ത് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സെൽഫ് ഡിഫെൻസ് ആണ്. സെൽഫ് ഡിഫെൻസിൽ ഏകദേശം 2 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൻ ബൈ ബോയ്സ് ആൻഡ് ഗേൾസ് കേഡറ്റ് സോ ദാറ്റ് ദെയർ കോണ്ടാക്ട് ഈസ് നെവർ ക്വസ്റ്റ്യൻഷബിൾ? അതായത് ഒരു NCC കേഡറ്റ് എന്ന നിലയിൽ അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ പ്രവൃത്തികൾ ചോദ്യം ചെയ്യാതിരിക്കണമെങ്കിൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? അതായത് അവർ തെറ്റ് ചെയ്യാതിരിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻഷബിൾ ആകാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻ ചെയ്യണം? അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് റിയലൈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിക്കം റോൾ മോഡൽ ഫോർ ദി യൂത്ത്. അതായത് സ്വന്തം ഉത്തരവാദിത്വം എന്തെന്ന് മനസ്സിലാക്കി അത് അനുഷ്ഠിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് റോൾ മോഡലാകുക. കീപ്പ് അവേ ഫ്രം ഡ്രഗ്സ്, ആൽക്കഹോൾ ആൻഡ് ടുബാക്കോ, ലഹരി മരുന്നുകളിൽ നിന്ന് ദൂരെ മാറി നിൽക്കുക. അതായത് ലഹരി മരുന്ന് ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളുമായി മാറി നിൽക്കുക. അടുത്തത് മസ്റ്റ് കീപ്പ് ഗുഡ് കമ്പനി, അതായത് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുക്കുക. ഡെവലപ്പ് ഹെൽത്തി ഹോബീസ് ലൈക്ക് റീഡിങ്, മ്യൂസിക്, പെയിൻറ്റിങ്, ഗാർഡനിങ് എക്സെട്ര. ഹോബീസ് എല്ലാവർക്കും ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഹെൽത്തി ഹോബീസ്, പത്രം വായിക്കുക, മ്യൂസിക് കേൾക്കുക, പിന്നെന്താ പെയിൻറ്റ് ചെയ്യുക, അങ്ങനത്തെയുള്ള ഹോബീസ് വളർത്തിയെടുക്കുക. ഡു നോട്ട് വേസ്റ്റ് യുവർ ടൈം, നമ്മുടെ സമയം പാഴാക്കി കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദി ജനറൽ ബിഹേവിയർ ഓഫ് NCC കേഡറ്റ്? NCC കേഡറ്റ്സിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം എങ്ങനെയായിരിക്കണം? അപ്പോൾ ഒന്നാമത്തത്, ദേ ഷുഡ് ബി സ്ട്രിക്ട്ലി ഡിസിപ്ലിൻഡ്, പീസ്ഫുൾ, ഫ്രണ്ട്ലി ആൻഡ് കോഓപ്പറേറ്റീവ്. അവർ സ്ട്രിക്ട്ലി ഡിസിപ്ലിൻഡ് ആയിരിക്കണം, വളരെ ഡിസിപ്ലിനും കാമും അതുപോലെ തന്നെ ഫ്രണ്ട്ലിയും ആയിരിക്കണം. ഹാവ് എ സെൻസ് ഓഫ് ഹെൽത്തി കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് റിമെയിൻ ഫ്രീ ഓഫ് ജലസി. കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരായിരിക്കരുത് അവർ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉള്ളവരായിരിക്കണം. ഹെൽത്തി കോമ്പറ്റേറ്റീവ് എന്ന് വെച്ചാൽ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉള്ളവരായിരിക്കണം അവർ. പിന്നെ മെയിൻറ്റെയിൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹാവ് മ്യൂച്വൽ റെസ്പെക്റ്റ്. എല്ലായിടത്തും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമുക്ക്, അതായത് എന്തും പോസിറ്റീവായിട്ട് ചിന്താഗതി ഉള്ളവരായിരിക്കണം ഒരു NCC കേഡറ്റ്. അതുപോലെ തന്നെ എല്ലാവരെയും പരസ്പരം ആദരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കണം. ബോയ്സ് ഷുഡ് നെവർ ഇൻഡൾജ് ഇൻ ഈവ് ടീസിങ്. ഓൾ മസ്റ്റ് ബിഹേവ് ഇൻ്റലിജൻ്റ്ലി. അതായത് ഇൻ്റലിജൻ്റ് ആയിട്ടല്ല എലഗൻ്റ് ആയിട്ട് എല്ലാവരും പെരുമാറണം. ഓൾ മസ്റ്റ് ബിഹേവ് എലഗൻ്റ്ലി. ഇനി അടുത്തത് നമുക്ക് ഉള്ളത് സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റാണ്. ഇത് നമ്മൾ പേപ്പർ 4, ഇത് നമുക്ക് വേറെ പേപ്പറായിട്ട് എഴുതേണ്ടതാണ്. ഇതിന് 110 മാർക്കാണ് ഫുള്ള് ഈ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റിൽ നിന്ന് വരിക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ ആർമഡ് ഫോഴ്സ് എന്ന ഭാഗത്തിലേക്ക് കടക്കാം. ആർമഡ് ഫോഴ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എല്ലാ പ്രാവശ്യം ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ വായിച്ച് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി നെയിംസ് ഓഫ് ആർമി കമാൻഡ്സ്? ആർമി കമാൻഡുകൾ എത്ര എണ്ണമാണ്? അത് ഏതൊക്കെയാണ്? 7 എണ്ണമാണുള്ളത്. ഒന്നാമത്തെ നോർത്തേൺ കമാൻഡ്, പിന്നെ സൗത്തേൺ കമാൻഡ്, മൂന്നാമത്തെ വെസ്റ്റേൺ കമാൻഡ്, സെൻട്രൽ കമാൻഡ്, സൗത്ത് വെസ്റ്റേൺ കമാൻഡ്, ഈസ്റ്റേൺ കമാൻഡ് ആൻഡ് ട്രെയിനിങ് കമാൻഡ്. നമുക്ക് പഠിച്ചിരിക്കുന്നതിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്,
പിന്നെ ഉള്ളത് സെൻട്രലുണ്ട്, ട്രെയിനിങ് കമാൻഡുണ്ട്, സൗത്ത് വെസ്റ്റേണുണ്ട്. ഇത്ര ഓർത്തിരിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരു പ്രദേശത്തിൻ്റെ കൺവെൻഷണൽ സൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള റെപ്രസെൻറ്റേഷനാണ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ആർ ദി യൂസസ് ഓഫ് മാപ്പ്. മാപ്പിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? ടു ഫൈൻഡ് ഓൺ പൊസിഷൻ, നമ്മുടെ തന്നെ പൊസിഷൻ കണ്ടുപിടിക്കാൻ. ടു ഡിറ്റർമൈൻ ഡയറക്ഷൻ ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്കുള്ള ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ടു ലൊക്കേറ്റ് വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ഗ്രൗണ്ട് ഓൺ മാപ്പ്, ഗ്രൗണ്ടിലെ പല ഫീച്ചേഴ്സും മാപ്പിൽ കണ്ടുപിടിക്കാൻ. ടു പ്ലാൻ മൂവ് ഡ്യൂറിങ് വാർ, വാറിൽ നമ്മുടെ മൂവ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തൊക്കെ വസ്തുക്കളൊക്കെ മുന്നിലുണ്ട്, അതായത് ആർട്ടിഫിഷ്യലായ വസ്തുക്കൾ മുന്നിലുണ്ട്, എത്ര ദൂരത്തിലാണ് രണ്ട് വസ്തുക്കൾ നിൽക്കുന്നതെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ മാപ്പാണ് ഉപയോഗിക്കുക. അടുത്തതായിട്ട് നെയിം 5 പാർട്സ് ഓഫ് ക്യാമ്പസ് ആണ് ചോദിച്ചേക്കുന്നത്. തമ്പ് റിങ്, ലിഡ്, വിൻഡോ, ടങ്, ലൂബർ ലൈന്, ഡയറക്ഷൻ മാർക്ക്, പ്രിസം. നമ്മളെ ഒരു കോമ്പസിൻ്റെ പടം കാണിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും 5 എണ്ണത്തിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. വാട്ട് ആർ ദി കാർഡിനൽ പോയിന്റ്സ് ആൻഡ് കൈൻഡ് ഓഫ് നോർത്ത്. നോർത്ത് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? മാഗ്നറ്റിക് നോർത്തും ഗ്രിഡ് നോർത്തും. മാഗ്നറ്റിക് നോർത്തും ഗ്രിഡ് നോർത്തും. കാർഡിനൽ പോയിന്റ് ഓഫ് നോർത്ത് എന്ന് പറയുമ്പോൾ അതേതാണ്? ട്രൂ നോർത്ത്. ട്രൂ നോർത്ത്, മാഗ്നറ്റിക് നോർത്ത് ആൻഡ് ഗ്രിഡ് നോർത്ത്. ട്രൂ നോർത്ത്, മാഗ്നറ്റിക് നോർത്ത് ആൻഡ് ഗ്രിഡ് നോർത്ത്. ഡ്രോ ദി ഫോളോയിങ് കൺവെൻഷൻ. കൺവെൻഷണൽ സൈൻ വരയ്ക്കാൻ, സിമ്പിൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. വാട്ടർ സ്പ്രിങ്ങിൻ്റെ വരയ്ക്കണം, ടെമ്പിള്, ഗുരുദ്വാര, മോസ്ക്, ഫോർട്ട്. നമ്മൾ കൺവെൻഷണൽ സൈൻ ഒരു 10-12 വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇനി അടുത്തത് വാട്ട് ആർ ദ യൂസസ് ഓഫ് കോമ്പസ്. കോമ്പസ് കൊണ്ടുള്ള, വടക്ക് നോക്കി യന്ത്രം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തേത് ടു ഫൈൻഡ് നോർത്ത്, നോർത്ത് കണ്ടുപിടിക്കാൻ. ടു സെറ്റ് ദി മാപ്പ്, മാപ്പ് സെറ്റ് ചെയ്യാൻ. മെഷർ മാഗ്നറ്റിക് ബെയറിംഗ്, മാഗ്നറ്റിക് ബെയറിംഗ് അളക്കാൻ. ഡ്യൂറിങ് നൈറ്റ് മാർച്ച്, നൈറ്റ് മാർച്ചിൽ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചാണ് പോകുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫീൽഡ് ക്രാഫ്റ്റ് ആൻഡ് ബാറ്റിൽ ക്രാഫ്റ്റ് ആണ്. നമുക്ക് ആ സെക്ഷനിലേക്ക് കിടക്കാം. അവിടെ ഡിഫൈൻ ഫീൽഡ് ക്രാഫ്റ്റ്. ഫീൽഡ് ക്രാഫ്റ്റ് എന്നാൽ എന്ത്? ഫീൽഡ് ക്രാഫ്റ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് യൂസിങ് ദ ഗ്രൗണ്ട് ആൻഡ് വെപ്പൺ അവൈലബിൾ ഓഫ് ദി ബെസ്റ്റ് of one's own advantages. Field craft is an art of using the ground and weapon available to best of one's own advantages. അടുത്തത് what all subjects are included in field craft. ഫീൽഡ് ക്രാഫ്റ്റിന് എന്തെല്ലാം സബ്ജക്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തേത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗ്രൗണ്ട്, ഗ്രൗണ്ട് ഡിസ്ക്രിപ്ഷൻ അടങ്ങിയിരിക്കുന്നു. പിന്നെ ഒബ്സർവേഷൻ ആൻഡ് കൺസീൽമെൻറ്റ്, ഒബ്സർവേഷനും കൺസീൽമെൻറ്റും അടങ്ങിയിരിക്കുന്നു. ജഡ്ജിങ് ഡിസ്റ്റൻസ്, റെക്കഗ്നേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടാർഗറ്റ്സ്. പിന്നെ മൂവ്മെൻറ്റ് വിത്ത് ആൻഡ് വിത്തൗട്ട് ആംസ്, മൂവ്മെൻറ്റ് വിത്ത് ആൻഡ് വിത്തൗട്ട് ആംസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഗ്രൗണ്ട്സ് ആൻഡ് എക്സ്പ്ലെയിൻ. അപ്പോൾ വേരിയസ് ടൈപ്സ് ഓഫ് ഗ്രൗണ്ട്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നതാണ്, വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നതാണ്. ഒന്നാമത്തെ ബ്രോക്കൺ ഗ്രൗണ്ട്. ബ്രോക്കൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബുള്ളിഫോംസ്, നൾസ്, അങ്ങനെ ഫീൽഡിൽ ചെറിയ കുഴികളും ഒക്കെ ഉള്ള സ്ഥലങ്ങളെയാണ് ബ്രോക്കൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അവിടെ ഇൻഫൻട്രിക്ക് മൂവ് ചെയ്യാൻ പറ്റും, അവർക്ക് പറ്റും. കാരണം കുഴികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് അതിൽ കയറി ഒളിച്ചിരുന്നാൽ വ്യൂവേഴ്സിന് കാണത്തില്ല, എതിരാളിക്ക് കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇൻഫൻട്രിക്ക് അതിൽ കൂടെ മൂവ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഫ്ലാറ്റ് ആൻഡ് ഓപ്പൺ ഗ്രൗണ്ടാണ്. ഫ്ലാറ്റ് ആൻഡ് ഓപ്പൺ ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടിൽ ചെറിയ ബുഷസും ഹിഡ്ജസും ഒക്കെ കാണും. അവിടെ കൂടെ നമുക്ക് ഇൻഫൻട്രിക്ക് പകൽ സമയത്ത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതിലൂടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ അതിലൂടെ മൂവ് ചെയ്യുമ്പോൾ എനിമിക്ക് നമ്മളെ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യും. മൂന്നാമത്തെ എന്താണ്? ഹൈ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് ഫാർ എബോവ് ദി ജനറൽ ലെവൽ ഓഫ് ദി ഏരിയ, അതായത് ഹിൽ ഏരിയാസ് ആണ് ഹൈ ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻഫൻട്രിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവർ നമ്മളെ പെട്ടെന്ന് കണ്ടുപിടിക്കും. പിന്നെ ഡെഡ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഡീപ്പായിട്ടുള്ള കുഴിയുള്ള സ്ഥലങ്ങളെയാണ് ഡെഡ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇൻഫൻട്രിക്ക് ഉള്ളിൽ കൂടെ മൂവ് ചെയ്യാൻ സാധിക്കും.
ഇനി അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫൻട്രി, അതായത് വെപ്പണിനെ കുറിച്ചും എക്യുപ്മെൻറ്റിനെ കുറിച്ചുമുള്ള ഒരു വൺ വേഡ് ആൻസർ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് റേഞ്ച് ഓഫ് 7.62 mm SLR ഈസ് 7.62 mm SLRൻ്റെ എഫക്റ്റീവ് റേഞ്ച് എത്രയാണ്? 275 മീറ്റർ. റാപ്പിഡ് റേഞ്ച് ഓഫ് ഫയർ ഓഫ് LMG ഈസ്, LMGയുടെ റാപ്പിഡ് റേഞ്ച് എത്രയാണ്? 3 മാക്സിൻ പെർ മിനിറ്റ്. എക്സ്പാൻഡ് SMC എക്സ്പാൻഡ് ചെയ്യാൻ, അതാണ് സ്റ്റെൻ മിഷൻ കാർബൈൻ. LMG ക്യാൻ ബി സ്ട്രൈപ്ഡ് ഇൻറ്റു ഡാഷ് മെയിൻ ഗ്രൂപ്പ്സ്. LMGനെ എത്രയായിട്ട് തരംതിരിക്കാം? 5ആയിട്ട് തരംതിരിക്കാം. 5ആയിട്ട് LMGനെ 5ആയിട്ട് തരംതിരിക്കാം. ഇനി നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഇൻ 7.62 mm SLR. നമ്മൾ ഗ്രൂപ്പ്സ് എന്താണെന്ന് പഠിപ്പിച്ചതാണ്. അത് നമ്മുടെ റൈഫിലിൻ്റെ അകത്തിരിക്കുന്ന ചുരുളിനെയാണ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 6 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, റൈഫിൽ 7.62 mm SLR का खुदार कितना है? അതായത് 7.62 mm SLR റൈഫിളിലെ കാലിബർ എത്രയാണ്? 7.62 mm. അപ്പോൾ നമ്മൾ ഏതൊരു റൈഫിളിൻ്റെയും പേരിനോട് കൂടി തന്നെ അതിൻ്റെ കാലിബറാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. 7.62 mm ആണ് അതിൻ്റെ കാലിബർ. ഇനി രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, फरे हुए मैगजीन के साथ राइफल 7.62 mm SLR का वजन कितना है? അതായത് ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഫുൾ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു മാക്സിനാണല്ലോ നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ഫുൾ ലോഡഡ് ആയിട്ടുള്ള 7.62 mm SLRൻ്റെ വെയിറ്റ് എത്രയാണ്? 5.1 kg. ഇനി അടുത്തത്, റൈഫിൾ 7.62 mm SLR का कारगर റേഞ്ച് കിतना है? അതായത് 7.62 mm SLRൻ്റെ എഫക്റ്റീവ് റേഞ്ച് എത്രയാണ്? കാർഗർ റേഞ്ച് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റേഞ്ച് എത്രയാണ്? നമ്മൾ മുമ്പ് കണ്ടതാണ്. എത്രയാണ് ഓർക്കുന്നുണ്ടോ? 275. ഇനി അടുത്തത്, റൈഫിൾ 7.62 mm SLR में कितना राउंड भरे जाते हैं? അതായത് എത്ര റൗണ്ട് വെടി ഉതിർക്കാം? 7.62 mm SLR കൊണ്ട് എത്ര റൗണ്ട് വെടി ഉതിർക്കാം? അല്ല, എത്ര റൗണ്ട് നിറച്ചിരിക്കുന്നു? അത് 20 റൗണ്ട്സ് ആണ് അതിലുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈഫിൾ 7.62 mm SLR का पूरा नाम लिखो. അതായത് 7.62 mm SLRൻ്റെ പൂർണ്ണനാമം എഴുതാൻ. അപ്പോൾ 7.62 mm സെൽഫ് ലോഡിംഗ് റൈഫിൾ. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ, റൈഫിൾ 7.62 mm SLR का സഫായി का സാമാൻ ലിഖോ. സഫായി എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ 7.62 mm SLR ക്ലീൻ ചെയ്യാനുള്ള വസ്തുക്കളുടെ പേരുകൾ എഴുതുക. ആദ്യത്തേത് പുൾ ത്രൂ, ഓയിൽ ബോട്ടിൽ, കോമ്പിനേഷൻ ടൂൾ, ഗ്യാസ് റെഗുലേറ്റർ, കീ സ്ക്രൂ ഡ്രൈവർ, സിലിണ്ടർ ഓർ ചാമ്പർ ക്ലീനിങ് ബ്രഷ്, റൈഫിൾ ക്ലീനിങ് ബ്രഷ്, ഗ്രാഫൈറ്റ് ഗ്രീസ് ട്യൂബ് ആൻഡ് ചിന്തി. എന്തൊക്കെയാണ് വേണ്ടത്? പുൾ ത്രൂ, ഓയിൽ ബോട്ടിൽ, കോമ്പിനേഷൻ ടൂൾ, ഗ്യാസ് റെഗുലേറ്റർ ആൻഡ് കീ സ്ക്രൂ ഡ്രൈവർ, സിലിണ്ടർ, ചാമ്പർ ക്ലീനിങ് ബ്രഷ്, റൈഫിൾ ക്ലീനിങ് ബ്രഷ്, ഗ്രാഫൈറ്റ്, ഗ്രീസ് ട്യൂബ്, ചിന്തി, എക്സെട്ര. നമുക്ക് പഠിക്കാനുള്ള ഭാഗം മിലിറ്ററി ഹിസ്റ്ററിയാണ്. അതിൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലുള്ളത്, മോഡൽ ക്വസ്റ്റ്യനിലുള്ളത്, ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ബാറ്റിൽ ഓഫ് ഹാൽഡിഗാറ്റി ഇൻ അബൌട്ട് 50 വേർഡ്സ്. ഹാൽഡിഗാറ്റി ബാറ്റിലിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നാണ് ഹാൽഡിഗാറ്റി ബാറ്റിൽ നടന്നത്? ആരും തമ്മിലുള്ള യുദ്ധമാണ് അത്.
പിന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഈ 3 പോയിന്റ്സ് അതിൽ കണ്ടിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് വേണമെങ്കിൽ പറയാം. ബാറ്റിൽ ഓഫ് ഹാൽദിഘാട്ടി വാസ് ഫോർട്ട് ബിറ്റ്വീൻ രാജ്പുത്സ് ആൻഡ് മുഗൾ ആർമി ഇൻ 1576. 1576 മുഗൾ ആർമിയും രാജ്പുത്ത് ആർമിയും തമ്മിലുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹാൽദിഘാട്ടി എന്നറിയപ്പെടുന്നത്. അടുത്തത് 20,000 രാജ്പുത്ത് ആർമിയും 80,000 മുഗൾ ആർമിയും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഇത്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് മഹാറാണ പ്രതാപിനെ സേവ് ചെയ്യാൻ വേണ്ടി റോയൽ ഹോഴ്സ് ചിതക്ക് അതിന് ജീവൻ സ്വയം സമർപ്പിച്ച ഒരു ബാറ്റിലാണിത്. ചിതക്ക് മഹാറാണനെ സേവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് റോയൽ ഹോഴ്സ് ചിതക്ക് അപഹരിക്കപ്പെട്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 വേർഡ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്നാമത്തത്, ഡ്യൂറിങ് വിച്ച് പീരിയഡ് ഡിഡ് അക്ബർ റൂൾ മുഗൾ എംപയർ? മുഗൾ എംപയർ അക്ബർ ഭരിച്ച കാലഘട്ടം എന്നാണ്? 15 ഒക്ടോബർ 1542 to 27 ഒക്ടോബർ 1605. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ഡ്യൂറിങ് ഇൻഡോ പാക് വാർ ഓഫ് 1971? 1971 നടന്ന ഇൻഡോ പാക് വാറിൽ ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി ആരായിരുന്നു? ആരാണ്? ജനറൽ SFM മനേക്ഷ്. ജനറൽ SFM മനേക്ഷ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദി ഫോർത്ത് വാർ ഫോർട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന 4ാമത്തെ യുദ്ധം എല്ലാവർക്കും അറിയാവുന്ന യുദ്ധമാണ്. ഏത് വാറാണ്? കാർഗിൽ വാർ. ഏതാണ്? കാർഗിൽ വാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദി വേരിയസ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? വേരിയസ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് വാർ ഫീൽഡിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കുക. അപ്പോൾ വേരിയസ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്? സൈൻ ലാംഗ്വേജ്, വോയിസ് മീഡിയം, റിട്ടൺ സ്ക്രിപ്റ്റ്, റണ്ണർ ആൻഡ് മെസ്സേജ് ബാരിയേഴ്സ്, പിന്നെ റണ്ണേഴ്സ് ആൻഡ് മെസ്സേജ് ബിയറേഴ്സ്, പിന്നെ അടുത്ത് ലൈൻ ആൻഡ് കേബിൾ വയർലെസ്. സൈൻ ലാംഗ്വേജ്, വോയിസ് മീഡിയം, റിട്ടൺ സ്ക്രിപ്റ്റ്, റണ്ണേഴ്സ് ആൻഡ് മെസ്സേജ് ബിയറേഴ്സ് ആൻഡ് ലൈൻ ആൻഡ് കേബിൾ ആൻഡ് വയർലെസ് മീഡിയം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ എക്സാം നടക്കുക. അതായത് NCCയുടെ B ലെവൽ എക്സാം നടക്കുക. ഈ ക്വസ്റ്റ്യൻസിലൂടെ എല്ലാവരും പാസ് ചെയ്ത് പോവുക. അന്നേരം നമുക്ക് ജയിക്കാനുള്ള മാർക്ക് ലഭിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോസ് ഓരോ പോർഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.